നോമ്പുതുറ സന്തുഷ്ടമാക്കാൻ മധുരക്കനികളുമായി വിപണി സജീവമായി. നോമ്പുതുറയിൽ പ്രധാന ഇനമായ ഈന്തപ്പഴമാണ് വിപണിയിൽ നിറഞ്ഞിരിക്കുന്നത്. കിലോയ്ക്ക് 100 മുതൽ 700 രൂപ വരെ വിലയുള്ള ഈന്തപ്പഴങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. സൌദി, ദുബായ്, ഒമാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ഈന്തപ്പഴങ്ങൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. പലതരം പഴവർഗ്ഗങ്ങളും വിൽപ്പനയ്ക്ക് സജീവമായിട്ടുണ്ട്. മഴക്കാലമായതിനാൽ പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വലിയ ഇതൊന്നും വരുന്നില്ല. അപ്പോൾ പഴയതിൻ്റെ കൂട്ടുള്ള ബെനിഫിറ്റുകളോ കച്ചവടങ്ങൾ കുറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ ആ ഒരു ഇത് കണ്ട്. ഈ മഴ അതിൻ്റെ പേരിൽ ആൾക്കാർ പഴവർഗ്ഗങ്ങൾ കൂടുതൽ പഴയതിൻ്റെ കൂട്ട് കഴിക്കുന്നില്ല. പിന്നെ നൊയമ്പിൻ്റെ ഇതായതിൻ്റെ പേരിൽ ചെറുതായിട്ട് പിന്നെ ചെറിയൊരു കച്ചവടം എന്നതേ ഉള്ളൂ. അമേരിക്കൻ ആപ്പിളും ചൈനീസ് ആപ്പിളുമാണ് വിൽപ്പനയ്ക്കെത്തിയതിൽ വ്യത്യസ്തന്മാർ. അമേരിക്കൻ ആപ്പിളിന് 160 രൂപ മുതൽ 200 രൂപ വരെയാണ് വിലയെങ്കിൽ ചൈനീസ് ആപ്പിളിന് 140ഉം കാശ്മീർ ആപ്പിളിന് 160 രൂപയുമാണ്. തൂത്തുക്കുടി മുസാമ്പിക്ക് കിലോഗ്രാമിന് 40 രൂപയും റോസ് മുന്തിരിക്ക് 50ഉം മക്രിമുന്തിരിക്ക് 60ഉമാണ് ചില്ലറ വിപണിയിലെ വില. ഓറഞ്ചിന്റെ വില 70ഉം പൈനാപ്പിളിന്റെ വില 20ഉമാണ് കിലോയ്ക്ക്. സീസൺ അല്ലാതിരുന്നിട്ടും നോമ്പിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനങ്ങളിലൊന്നായ തണ്ണിമത്തനും വിപണിയിലെത്തിയിട്ടുണ്ട്. സീസൺ തീരാറായെങ്കിലും മാമ്പഴവും വിപണിയിൽ സജീവമാണ്. നീലം മാമ്പഴത്തിന് 50 രൂപയും റുമാനി, മൽഗോവ, സപ്പോട്ട എന്നിവയ്ക്ക് 60 രൂപയുമാണ് വില. വാഴപ്പഴങ്ങൾക്ക് വില ഏറിയിട്ടുണ്ട്. കിലോയ്ക്ക് 48 രൂപ മുതൽ 50 വരെയാണ് വില. കനത്ത മഴയിൽ വയനാട്ടിൽ ഏത്തകൃഷിക്കുണ്ടായ നാശമാണ് വില ഉയരാൻ കാരണം. പഴവർഗ്ഗങ്ങൾക്ക് വില കുത്തനെ ഉയരുമ്പോഴും നോമ്പുകാലമായതിനാൽ ചെറുകിട വ്യാപാരികളും പഴവർഗ്ഗങ്ങൾ ശേഖരിച്ചു വയ്ക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.